അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സുജിചന്ദ്രനാണ് എനിക്കിപ്പം ഉള്ളത്. സുജിചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പത്രങ്ങൾ കയ്യിലുണ്ട്. പ്രധാനമായും മഴക്കെടുതിയുടെയും മറ്റും വാർത്തകളാണുള്ളത്. അതൊക്കെ സേതു വിശദമായി പറഞ്ഞതുകൊണ്ട് മറ്റു വാർത്തകളിലേക്കാണ് നോക്കുന്നത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൻ്റെ തുടർ വാർത്തകളുണ്ട്. നമ്മുടെ ജയിലുകളിൽ തുടരുന്ന മോശം പ്രവണതകൾ എന്തൊക്കെയാണ്, അവിടുത്തെ പഴുതുകളൊക്കെയായി വിശദ റിപ്പോർട്ടുകൾ മിക്ക പത്രങ്ങളിലുമുണ്ട്. പാലോട് രവിയുടെ ഫോൺ സംഭാഷണവും തുടർന്ന് ഉടനടി രാജിയുമാണ് മറ്റൊരു വാർത്ത. ഗാസയിലെ മനുഷ്യ മഹാദുരിതവും അവിടെ തുടരുന്ന കൂട്ടക്കൊലയും പിന്നെ മഴക്കെടുതി, റോഡിലെ കുഴി, യാത്രാ ദുരിതം, അങ്ങനെ ധാരാളം വാർത്തകളുണ്ട്. ഏതായാലും മനോരമയിൽ തന്നെ നമുക്ക് തുടങ്ങാം. മനോരമയുടെ ഒന്നാമത്തെ പേജിൽ ആദ്യത്തെ വാർത്ത തന്നെ ഒന്ന് വായിച്ചു നോക്കണം സർ എന്നാണ്. മനോരമയ്ക്ക് തലക്കെട്ടിടുന്നതിലെ ഒരു പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെ പെട്ടെന്ന് ശ്രദ്ധ കവരുന്ന തലക്കെട്ടുകളാണ്. പത്രം വന്നിങ്ങനെ മേശപ്പുറത്ത് കിടക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം സാർ എന്ന് എഴുതിയിരിക്കുമ്പോൾ ആരാണ് എടുത്ത് വായിച്ചു നോക്കാത്തത്? പക്ഷേ അത് ജയിൽ സുരക്ഷയെക്കുറിച്ചാണ്. ജയിൽ സുരക്ഷയുടെ പഠന റിപ്പോർട്ട് നൽകിയിട്ട് 12 വർഷമായിരിക്കുന്നു. ജയിൽ ചാട്ടം തടയാൻ ഉള്ള സർക്കുലറുകളടക്കം നിർദ്ദേശങ്ങളടക്കം ആ സർക്കുലറിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 12 വർഷമായി ആ സർക്കുലറിന് കഠിന തടവാണെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. തടവുകാർക്ക് ഉള്ള മോഡൽ പ്രിസൺ മാനുവൽ പ്രകാരം താമസം നൽകണം, അങ്ങനെ അതിനകത്തെ നിർദ്ദേശങ്ങളും ഒക്കെയായി വിശദമായ റിപ്പോർട്ടാണ് മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. മനോരമയുടെ തന്നെ 9-ാം പേജിൽ ഈ സിസ്റ്റത്തിലെ വീഴ്ചകൾ സർക്കാരിന് പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഒരു വിശദ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ സിസ്റ്റത്തിൽ ഉണ്ടായ വീഴ്ചകൾ നമുക്കറിയാം. മന്ത്രി വീണ ജോർജിൻ്റെ ഒരു പ്രയോഗമായിരുന്നു സിസ്റ്റം എന്നുള്ളത്. അതിപ്പോൾ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ഭാഷാ പ്രയോഗമായി പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമൊക്കെ മാറിയിട്ടുണ്ട്. തകരുന്ന ദേശീയപാതകൾ, കുട്ടികളെ കരയിച്ചക്കിയും ഡോക്ടർ ഹാരിസ് പറഞ്ഞ മെഡിക്കൽ രംഗത്തെ ആരോപണങ്ങൾ, ഗവർണർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെടുത്തി അതൊരു സബ്ഹെഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ തേവലക്കരയിലെ കുട്ടി മരിച്ചത്, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ, ജയിൽ ചാട്ടം, ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളായി സിസ്റ്റത്തിൽ സർക്കാരിനുണ്ടാകുന്ന കഴിഞ്ഞ 1 മാസത്തോളം 2 മാസത്തോളമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മനോരമ വിശദമായി അങ്ങനെ നൽകുന്നത്. മാതൃഭൂമിയുടെ 1-ാമത്തെ പേജിൽ ഇതേ വാർത്ത തന്നെ അതും തലക്കെട്ട് രസമാണ്. ചട്ടം പഠിപ്പിച്ചു എന്നുള്ളതിന് ചാട്ടം പഠിപ്പിച്ചു, രണ്ടർത്ഥത്തിലെടുക്കാം. ഒരുപക്ഷെ ആ ചാട്ടം ഗോവിന്ദസ്വാമിയെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ജയിൽ വകുപ്പിനെയും ചിലതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ജയിൽ ചട്ടം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും അന്വേഷിക്കും എന്നതടക്കം ഈ ജയിൽ ചാട്ടം എന്തൊക്കെയാണ് സർക്കാരിനെയും വകുപ്പിനെയും പഠിപ്പിച്ചത് എന്നൊക്കെ വിശദമായി മാതൃഭൂമിയുടെ ആ വാർത്തയിൽ പറയുന്നു. മാതൃഭൂമിയുടെ മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ജന്മഭൂമി പതിവ് പോലെ സർക്കാർ വിരുദ്ധ ആരോപണങ്ങളാണ് അതിൽ ഈ വാർത്തയുമായും ചേർത്ത് വയ്ക്കുന്നത്. ജയിലുകളിലെ CPM ഇടപെടലുകളും ചർച്ചയാകുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിന് ശേഷം CPIMൻ്റെ ഇടപെടലുകൾ ചർച്ചയാവുകയാണ്. കാരണവർ കേസിലെ ഷിറിൻ്റെ മോചനം, വനിതാ ജയിലിൽ അവർക്ക് ലഭിച്ച പ്രത്യേക പരിഗണന എന്നിങ്ങനെ CPIM തടവുകാർക്ക് പ്രത്യേക പരിഗണനയും സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന ആരോപണം. ഇതിൽ ഷിറിൻ എങ്ങനെയാണ് CPIMുമായി ബന്ധപ്പെടുന്നത് എന്ന് വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും ധാരാളം TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി കണ്ണൂർ ജയിലിനുള്ളിൽ നിന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതും ഫോൺ ചെയ്തതുമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ CPIM തടവുകാർക്ക് ജയിലിനുള്ളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അനധികൃത സൗകര്യങ്ങളെക്കുറിച്ചും മറ്റുമാണ് ജന്മഭൂമി വാർത്തയിടുന്നത്. ദേശാഭിമാനി ജനയുഗമാണ് അടുത്തതായി നോക്കുന്നത്. ജനയുഗത്തിൽ ഒരു രസകരമായ വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കൈരളി ചാനലിൻ്റെ രാത്രി ചർച്ചയ്ക്കിടെ മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇന്നലെയൊക്കെ പത്രങ്ങൾ നോക്കി ഇത് എവിടെ പത്രങ്ങളിൽ കാണുന്നില്ലല്ലോ എന്ന്. ഇന്ന് ഏതായാലും അത് ജനയുഗം ഒരു 4 കോളം വാർത്തയായി നൽകിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ UDF സർക്കാരിലെ ഒരു മന്ത്രിയുടെ കാറിൽ തടവ് പുള്ളി ജയിലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെത്തി രക്ഷപ്പെട്ടെന്ന മുൻ DGP അലക്സാണ്ടർ ജേക്കബിൻ്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. അദ്ദേഹം ആ ചർച്ചയിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഞാൻ കണ്ടിരുന്നു. മുൻ UDF സർക്കാരിൻ്റെ കാലത്ത് ജയിൽ സന്ദർശിക്കാൻ വന്ന മന്ത്രിയുടെ കാറിൽ കയറി തന്നെ ഒരു ജയിൽ പുള്ളി സെക്രട്ടേറിയറ്റ് വരെ എത്തിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും എന്ന് മറ്റുമാണ് അദ്ദേഹം അന്ന് ചർച്ചയിൽ പറഞ്ഞത്. ഏതായാലും അതിപ്പോൾ ജനയുഗം വാർത്തയാക്കിയിരിക്കുകയാണ്. ജനയുഗത്തിൻ്റെ പക്ഷേ 1-ാം പേജ് വാർത്ത സ്വാഭാവികമായിട്ടും അതല്ല. DCC പ്രസിഡൻറ്റിൻ്റെ ഫോൺ സംഭാഷണം പുറത്തായത് തന്നെയാണ്. കോൺഗ്രസ് എടുക്കാച്ചരക്ക് എന്ന തലക്കെട്ടിൽ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഇന്നലെ പുറത്തായ
ഫോൺ സംഭാഷണവും രാജിവയ്പ്പിച്ച് തലയൂരി എന്ന അതിനുള്ളിൽ തന്നെ ഒരു ടിൻഡഡ് സബ് വാർത്തയുമൊക്കെയായിട്ട് വളരെ വിശദമായിട്ടാണ് ആ വാർത്ത ജനയുഗം കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദേശാഭിമാനിക്കും അത് വാർത്തയാകുമല്ലോ. LDF തുടരും. അത് LDFിൻ്റെ മുദ്രാവാക്യം കൂടിയാണല്ലോ. തുറന്നു പറഞ്ഞ പാലോട് രവി പുറത്ത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ആ മുദ്രാവാക്യം ഇലക്ഷനോട് അനുബന്ധിച്ച് ഇപ്പോൾ അവർ പറയുന്ന അതേ മുദ്രാവാക്യം ഏറ്റെടുത്തു. അത് തുറന്നു പറഞ്ഞ പാലോട് രവി പുറത്താകും, കോൺഗ്രസ് എടുക്കാച്ചിരക്കാകും, ഉച്ചി കുത്തി വീഴും എന്നതൊക്കെ അടക്കം വിശദമായി ദേശാഭിമാനി ആ വാർത്ത നൽകുന്നുണ്ട്. ഇതേ വാർത്ത തന്നെ മാതൃഭൂമിയും നൽകുന്നുണ്ട്. മാതൃഭൂമിയുടെ 5-ാമത്തെ പേജിൽ ഒരു വാർത്താ ചിത്രം ശ്രദ്ധേയമാണ്. അതായത് മൗനം ഭൂഷണം. VD സതീശനും പാലോട് രവിയും ഈ വാർത്ത വരുന്ന സമയത്ത് ഒരു വേദി പങ്കിടുകയായിരുന്നു. CMBയുടെ 40-ാം ജന്മവാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും DCC പ്രസിഡന്റ് പാലോട് രവിയും വേദിയിൽ. ഈ പരിപാടിയിൽ ഇവർ രണ്ടുപേരും വേദിയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ വാർ ബ്രേക്കാവുന്നത്. ആ സമയത്തെ അവരുടെ ഒരു മുഖഭാവ ചലനങ്ങൾ, എന്താണ് അവരുടെ ആ സമയത്തെ പ്രതികരണം എന്നുള്ളതാണ്. രണ്ടുപേരും മൗനികളായിരിക്കുന്നു. ചില ചിത്രങ്ങൾക്ക് കൂടുതൽ ഒരുപാട് കോളം എഴുതുന്നതിനേക്കാൾ വലുതായി എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ചിത്രം എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. മറ്റൊരു വാർത്ത കേരള കൗമുദിയിലാണ്. ഉച്ചി കുത്തി വീണു. 1-ാമത്തെ പേജിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നത് ഉച്ചി കുത്തി വീണു എന്നുള്ള വാർത്തയാണ്. അതിൽ പാലോട് രവി, KPCC പ്രസിഡന്റ് VD സതീശൻ എന്നിവരുടെ കാരിക്കേച്ചറുകളടക്കം ഫോൺ സംഭാഷണം വിനയായി. പാലോട് രവി രാജിവെച്ചു, ചോദിച്ചു വാങ്ങിയ രാജി, കുരുക്കിയ ഡയലോഗ് എന്നിങ്ങനെ പല സബ് തലക്കെട്ടുകളിലായി ആ വാർത്തയെ അവർ വളരെ വിശദമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മംഗളം എടുത്താൽ മംഗളത്തിൽ രസകരമായൊരു കാർട്ടൂൺ ഉണ്ട് ഇന്ന്. അതായത് അതും ഇങ്ങനെയാണ്. വാക്ക് വാവിട്ടു, കസേര കൈവിട്ടു. ഇന്നലത്തെ പാലോട് രവിയുടെ ആ ഫോൺ സംഭാഷണം പുറത്തായത് മിക്ക പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയാണ്. പക്ഷേ ഇതിലെ കാർട്ടൂൺ ശ്രദ്ധേയമാണ്. ഗോവിന്ദചാമിയെ പോലീസ് വേഷത്തിലുള്ള മുഖ്യമന്ത്രി കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി പാലോട് രവിയെ കിണറ്റിൽ കൊണ്ടുവരുന്നു എന്ന രീതിയിലുള്ള ഒറ്റനോട്ടത്തിൽ ചിരി വരുന്ന ഒരു കാർട്ടൂൺ കൊണ്ടുകൂടി ആ വാർത്ത ശ്രദ്ധേയമാകുന്നുണ്ട്. ഇനി അടുത്ത ചില വാർത്തകളിലേക്ക് പോയാൽ ഇന്നത്തെ പ്രധാന പത്രങ്ങളിലൊക്കെ തന്നെ ഉള്ള വാർത്ത ഗസയിൽ ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കൊലയാണ്. 1-ാം പേജിൽ തന്നെ ഹിന്ദുവിൻ്റെ ദ വാർ പലസ്തീനിയൻസ് കനോട്ട് എസ്കേപ്പ് ഫ്രം എന്ന് പറഞ്ഞിട്ട് അവിടെ പലസ്തീനിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന നമുക്കത് അവിടുന്ന് വരുന്ന ചിത്രങ്ങളൊന്നും കണ്ടു നിൽക്കാൻ കൂടി പറ്റില്ല. ഒരു പക്ഷേ പണ്ട് സൊമാലിയയിൽ നിന്നും മറ്റും പുറത്തു വരുന്ന വാർത്താ ചിത്രങ്ങളെ പോലെ തന്നെ ഭക്ഷണം കിട്ടാതെ നരകിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളാണ്. 13-ാം പേജിൽ വളരെ വിശദമായി ആ വാർത്ത അവർ വിരിച്ചിട്ടിരിക്കുന്നു. ലൈഫ് ആൻഡ് ഡെത്ത് എന്നാണ് ആ നൽകിയിരിക്കുന്ന തലക്കെട്ട്. 11-ാം പേജിൽ ഒരു ചോര കൊണ്ടുള്ള ഒരു ഗ്രാഫ്, മുകളിലേക്ക് ഉയരുന്ന മരണത്തിൻ്റെ കണക്കാണ് ആ ഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 21 മാസം കൊണ്ട് 59,676 പേരാണ് അവിടെ മരിച്ചത്. ഗസയിലെ 2.5% ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. 100 പേരുണ്ടെങ്കിൽ അതിൽ 2.5 അര മനുഷ്യനെ കൊല്ലാനാവില്ലെങ്കിൽ കണക്കാണല്ലോ. അതായത് അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നു. മോർ ദാൻ 6% വൂണ്ടഡ്. ഒരു ജനസംഖ്യയുടെ 6% മുറിവേറ്റിരിക്കുന്നു. നിയർലി അതിൻ്റെ 2.3 ദശലക്ഷം മനുഷ്യരവിടെ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. തുടർച്ചയായി തുടരുന്ന ഒരു ജനതയാകെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഒരു വംശഹത്യയാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിൽ ഒക്കെ നമ്മൾ ആ വാർത്തകളെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ വാർത്ത അവിടെ പട്ടിണി കൂടി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ പട്ടിണി മരണങ്ങൾ കൂടി ഗസയിൽ സംഭവിക്കുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ദയനീയമാണ്. വേദനിപ്പിക്കുന്ന വാർത്താ ചിത്രങ്ങൾ വിശദമായ ഇൻഫോഗ്രാഫിക്സോടെ നൽകിയിരിക്കുകയാണ് ഹിന്ദുവിൽ തന്നെ. ഇന്നലത്തെ വാർത്തയുമുണ്ട് തൊട്ടടുത്ത പേജിൽ. 14-ാം പേജിൽ അറ്റ്ലീസ്റ്റ് 25 കിൽഡ് ഇൻ ഇസ്രായേലി അറ്റാക്സ് ഇൻ ഗാസ സം വൈൽ സീക്കിംഗ് ഫുഡ്. അതായത് വിശന്നിരിക്കുന്ന മനുഷ്യർക്കും ഇതേ ബോംബ് കൊണ്ടിടുന്ന ആ ഭീകരതയെക്കുറിച്ച് തന്നെയാണ് അവരുടെ ആ വാർത്തയിൽ പറയുന്നത്. ഇന്നലെ മാത്രം ഗസയിൽ മരിച്ചത് 25 പേരാണ്. ദേശാഭിമാനിയുടെ 7-ാം പേജിൽ ഈ വാർത്ത മിക്ക മലയാള പത്രങ്ങളും ഈ വാർത്ത വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. 1/3 ഗാസക്കാരും കൊടും പട്ടിണിയിൽ എന്നാണ് ആ വാർത്ത. വിശന്ന് ഭിക്ഷാപാത്രം പോലെ ഭക്ഷണപാത്രം നീട്ടി നിൽക്കുന്ന ഗാസയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണത്തിനായി കേഴുന്ന
അവിടുത്തെ മനുഷ്യരുടെ ചിത്രങ്ങൾ, വേദനയുണ്ടാക്കുന്ന ചിത്രങ്ങൾ, അമേരിക്കയുടെ പിന്തുണ, പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത് 85 കുട്ടികളടക്കം 127 പേരാണ് അവിടെ രേഖപ്പെടുത്തിയ മരണം എന്ന് ദേശാഭിമാനി പറയുന്നു. അത് സിറാജ് പത്രം നോക്കിയാൽ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. സിറാജ് പത്രം, ഗസയിൽ പട്ടിണിക്കൊല തുടർന്ന് ഇസ്രായേൽ, അത് ഈ അറബ് ഉച്ചാരണമൊക്കെ അതേപോലെയാണല്ലോ. സിറാജ് പത്രം അടിക്കുക, ഇസ്രായേൽ, അതും ഇതേപോലെ തന്നെ. കണ്ടാൽ ദയനീയമായൊരു വാർത്താചിത്രമാണത്. ഗസ സിറ്റിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന, ഭക്ഷണത്തിനായി കൈനീട്ടുന്നവർ, ഈ ഇസ്രായേൽ ഗസ അതിർത്തിയിൽ ഇന്നലെ ഭക്ഷണം കാത്തു നിന്നവർക്ക് മീതെയാണ് ബോംബ് വന്ന് വീണത് എന്ന് ഇതിനിടെ വീക്ഷണത്തിൽ വായിച്ചു. ഏതായാലും ആ പ്രദേശത്തൊക്കെ തുടരുന്ന ഈ ഒരു സങ്കടകരമായ അവസ്ഥയെക്കുറിച്ച് സിറാജും വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടെ കണ്ടു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 9-ാം പേജിലും ഇന്ന് സമാനമായ വാർത്തയുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ഇങ്ങനെയാണ്: UNRWA ചീഫ്, അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ്. ഗാസ എയർ ഡ്രോപ്സ് വിൽ നോട്ട് സ്റ്റോപ്പ് ക്രൈസിസ് ഓഫ് സ്റ്റാർവേഷൻ. അതായത് ഈ കൊടുക്കുന്ന ഭക്ഷണം ഒന്നും കൊണ്ട് അവിടുത്തെ ഈ ദുരിതം മാറില്ല എന്നാണ് സൺഡേ എക്സ്പ്രസ്, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിരിക്കുന്ന ആ വാർത്ത. ഈ കൊടുക്കുന്ന അവിടുത്തെ അത് സഫിഷ്യൻ്റ് ആകുന്നില്ല, അത് അവിടുത്തെ പട്ടിണി മരണങ്ങളെ വരും ദിവസങ്ങളിൽ കൂട്ടുകയുള്ളൂ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തന്നെ 1-ാം പേജിലെ മറ്റൊരു വാർത്തയും ശ്രദ്ധേയമാണ്. ബീഹാർ ഹൊറർ, ചിരാഗ് റാബ് സി എം ഓൺ ആംബുലൻസ് റേപ്പ്. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഈ ഹോം ഗാർഡുകളുടെ ഒരു ഇൻ്റർവ്യൂ നടന്ന സമയത്ത് അവിടെ അതിൻ്റെ കായിക പരിശോധനയ്ക്കിടെ കുഴഞ്ഞു വീണ ഒരു സ്ത്രീയെ യുവതിയെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നത് വഴി ആംബുലൻസിൽ വെച്ച് ഈ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയെ തുടർന്ന് ഇപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധവും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആണ് ഒരു വാർത്ത. മറ്റൊന്ന്, ഉള്ളിലേക്കുള്ള ധാരാളം വാർത്തകളിലേക്ക് പോകണം, പക്ഷേ നമുക്ക് മഴക്കെടുതികളിലേക്കും മറ്റും തിരിച്ചു വരാൻ ഉള്ളതുകൊണ്ട് മനോരമയിലെ ശ്രദ്ധേയമായ ഒരു വാർത്ത കൂടി ഒരു പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ വാർഷികം വരികയാണല്ലോ, അതിൻ്റെ അകത്തെ ഒരു വാർത്ത. അത് ഒരു ഹ്യൂമൻ റിസർച്ച് സ്റ്റോറിയാണ്. പക്ഷേ അതാരുടെയും ഒന്ന് നോക്കാൻ വിഷമത്തോടെ നമുക്ക് നോക്കേണ്ടി വരുന്നൊരു സ്റ്റോറിയാണ്. ലക്ഷങ്ങളുടെ വിളവെടുത്ത അണ്ണയ്യന് സങ്കട പെരുമഴക്കാലം. 25 ലക്ഷം രൂപ വാർഷിക വരുമാനമുണ്ടായിരുന്ന കർഷകന് അവിടെ ധാരാളം മനുഷ്യരുടെ വണ്ടി വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം ഒരു കൃഷിഭൂമിയിൽ നിന്ന് മാത്രം 25 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനിപ്പോൾ, ഇത് മഴക്കാലം കൂടിയാണ്, ദിവസം മുഴുവൻ ഓട്ടോ ഓടിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 200 രൂപയാണ് എന്നുള്ള വാർത്തയാണ്. ഉരുളിൻ മഹാനിദ്രയിൽ എന്ന് പറഞ്ഞ് മാധ്യമത്തിൽ ഈ ഒരു പരമ്പര, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പരമ്പര തുടരുകയാണ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച കൂടിയായതുകൊണ്ട് എല്ലാ പത്രങ്ങൾക്കും സൺഡേ സപ്ലിമെൻറ്റുകൾ കൂടിയുണ്ട്. ദിവസം മുഴുവൻ ഇരുന്ന് വായിക്കാനുള്ള വിശദ വായനയ്ക്കുള്ള ധാരാളം, മഴ കൂടിയാണല്ലോ ഇന്ന്, കാര്യങ്ങൾ പത്രങ്ങളുടെ സൺഡേ സപ്ലിമെൻറ്റിലും ഉണ്ട്. മാഗസിൻ ടൈപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഫ്റ്റ് റീഡിങ്ങിനുള്ള ധാരാളം സ്റ്റോറികൾ ഹിന്ദുവിൻ്റെയും ദേശാഭിമാനിയുടെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ സൺഡേ സപ്ലിമെൻറ്റിലും ഇന്നുണ്ട്. ശരി സുജിത്ത്,